മമ്മൂട്ടി ചിത്രം ടർബോ. ടർബോയെ പറ്റി ഞാൻ പറയുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ പറയാം. ഇതൊരു ഭയങ്കര പടമാണെന്ന് വിചാരിച്ച് ആരും പോയി കാണരുത്. ഭയങ്കര പടം എന്ന് ഞാൻ ഉദ്ദേശിച്ച് ഒരു ലോകോത്തര നിലവാരമുള്ള ഒരു പടമാണെന്ന് കരുതി ആരും കാണാൻ പോകണ്ട. അങ്ങനെയുള്ളവർ നേരത്തെ തന്നെ വീട്ടിലിരുന്നു. ഇത് മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയുക, പക്ക കൊമേഴ്ഷ്യൽ ചിത്രം. ആ ലെവലിൽ പോയി കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെയാണ്. സത്യം പറഞ്ഞാൽ മമ്മൂട്ടിയുടെ 70 വയസ്സ് കഴിഞ്ഞപ്പോഴും മമ്മൂട്ടി ഒരു അഴിഞ്ഞാട്ടം ഈ ടർബോയിൽ കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ച് മമ്മൂട്ടി നിറഞ്ഞാടുകയാണെന്ന് തന്നെ പറയേണ്ടി. അതുപോലെ ഉള്ള ക്ലൈമാക്സും അതുപോലെ വികസിച്ച് പോകുന്ന ഒരു കഥയൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. നമ്മുടെ മിഥുൻ മാനുവൽ തോമസിൻ്റെയാണ് തിരക്കഥ. വൈശാഖിൻ്റെ സംവിധാനം. വൈശാഖ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരുന്ന പുലിമുരുകനായിരിക്കും അല്ലേ. പുലിമുരുകൻ പാറ്റേണിലല്ല, അല്ലാത്ത രീതിയിൽ വികസിപ്പിച്ച് പോകുന്ന എനിക്ക് തോന്നുന്നു വൈശാഖിൻ്റെ മിക്കവാറും എല്ലാ ചിത്രങ്ങളും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത്. പ്രേക്ഷകരുടെ ഇപ്പോൾ ഒരു മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാൻസിൻ്റെ മനസ്സറിഞ്ഞാണ് പടം ചെയ്യുന്നത്. അല്ലാതെ ഒരു ലോകോത്തര സിനിമയായിട്ടൊന്നുമല്ല അദ്ദേഹം പടം ഒരുക്കുന്നത്. ആ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ അദ്ദേഹം വിജയിച്ചു എന്ന് തന്നെയാണ് ഈ ചിത്രം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. മമ്മൂട്ടിയുടെ അടിപ്പടങ്ങളൊക്കെ ഒത്തിരി, മലയാള സിനിമയിൽ അടിപ്പടങ്ങൾ വളരെ ഇപ്പം കുറവാണ് അല്ലേ. മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അടി നിർത്തിയ പിന്നെ അടിപ്പടങ്ങൾ വളരെ കുറവാണ്. ആ അടിപ്പടങ്ങളുടെ ഇടയിലേക്ക് ഒരു ചിത്രം കൂടി. എത്ര ഇടിയുണ്ടെന്നൊന്നും ഞാൻ കൃത്യമായിട്ട് എണ്ണാൻ പറ്റിയിട്ടില്ല. എന്നാലും ഒരു 5-6 എണ്ണമൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വ്യത്യസ്തമായ ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ് ഇതിനകത്ത് നമുക്കൊരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്. പിന്നെ വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് ഇതിൻ്റെ ആക്ഷൻ രംഗങ്ങൾ വളരെ വ്യത്യസ്തമായി ഒരുക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു അച്ചായൻ കുടുംബം, അവിടുത്തെ ഒരു ജീപ്പ് ഡ്രൈവറായ സാധാരണക്കാരനായ ജോസ് കുട്ടി, അമ്മ മാത്രമാണ്. അമ്മ പറയുന്നത് മാത്രമേ ജോസ് കുട്ടി കേൾക്കൂ. അത് ഒരു സാധാരണ ഒരു നാട്ടുപ്രദേശത്ത് നടക്കുന്ന ഒരു പള്ളിപ്പെരുന്നാൾ, അതുമായിട്ട് ബന്ധപ്പെട്ട അടി, അങ്ങനെയുള്ള ചില കലാപരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു മനുഷ്യൻ, സാധാരണക്കാരനായൊരു മനുഷ്യൻ. അപ്പം അമ്മ പറയുന്നു, അമ്മയാണ് ലാസ്റ്റ് പേട്. ഈ ജോസൂട്ടിയെ അടുത്ത് നിർത്താൻ അമ്മ വിചാരിച്ചാൽ പറ്റൂ എന്നുള്ള രീതിയിലാണ് കഥ വികസിച്ച് പോകുന്നത്. അതെനിക്ക് തോന്നുന്നു പോത്തൻ ബാവയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാനെന്താ പറഞ്ഞത്, ചില കഥകളുടെ ഈ കഥാതന്തുക്കളൊക്കെ ഇതിനകത്ത് നമുക്ക് കാണുമ്പോൾ സ്പർശിക്കുന്നുണ്ട്. എന്നാൽ ആ കഥയുമായിട്ടൊന്നും ബന്ധമില്ല കേട്ടോ, ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. പോത്തൻ ബാവയുടെ ഒരു പോത്തൻ ബാവ സ്റ്റൈലാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം ഇങ്ങനെ പോകുന്നത്. ഒരു ചെറിയ അടിയും ഇടിയൊക്കെ ആയിട്ട് അമ്മയും മകനും തമ്മിലുള്ള ഒരു എന്തോന്ന് രീതിയിൽ ഇങ്ങനെ വികസിച്ച് പോകുന്നൊരു കഥാതന്തു. അതിനിടയിലാണ് മെയിൻ ത്രെഡ് അതിൻ്റെ ഇൻ്റർവ്യൂവിന് മുമ്പ് ഉണ്ടാകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കഥ, അത് വേറെ ഒരു സ്ഥലത്ത് സംഭവിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂട്ടി പോകേണ്ടി, അങ്ങനെയാണ് ആ കഥ വികസിച്ച് പോകുന്നത്. അതൊക്കെ പടം കണ്ട് ഇഷ്ടപ്പെടും, മനസ്സിലാക്കും. അപ്പോൾ ഇതിനകത്ത് ആദ്യപതി എനിക്ക് തോന്നിയത് സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുപോകുന്ന ഒരു ചിത്രം, വലിയ കുഴപ്പമില്ലാത്ത, നമ്മൾ പറയത്തില്ലേ പടം കണ്ടുകൊണ്ടിരിക്കും വലിയ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയായിരുന്നു ആദ്യ പകുതി നമുക്ക് തോന്നിയത്. പിന്നെ എനിക്ക് വിരസമായി തോന്നി, ഇതായിട്ട് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ആദ്യ പകുതിയിൽ ആവശ്യമില്ലാത്ത ചളി കോമഡികൾ ചിലയിടത്ത് നമ്മൾ കുത്തിക്കയറ്റി തിരികെ കയറ്റി എന്ന് പറയത്തില്ലേ, അതെനിക്ക് തോന്നുന്നു അത് അനാവശ്യമായ കാര്യമാണ്. കോമഡി പൊട്ടിച്ചിരിക്കാൻ പറ്റിയ 2-3 ഐറ്റങ്ങളുണ്ട്. അത് കൂടാതെ അനാവശ്യമായി കോമഡിക്ക് വേണ്ടി നമ്മൾ തിരികെ കയറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത ഒരവസ്ഥ ചിലർ കോമഡി രംഗങ്ങൾ കണ്ടപ്പോൾ തോന്നി. ചളി കോമഡി എന്ന് പറയും. അത് ഈ ചിത്രത്തിൽ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും. പിന്നെ രണ്ടാം പകുതിയിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, ക്ലൈമാക്സിന് മുമ്പ് വരെ ഇതൊരു സാധാരണ രീതിയിലുള്ള ചിത്രം, പക്ഷേ ക്ലൈമാക്സ് പൊളിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പല രീതി കൊണ്ടും അത് പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെയാണ് നമ്മുടെ ടർബോ.
ഇതിനകത്ത് പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ പറഞ്ഞില്ലേ, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതി, മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അഴിഞ്ഞാടുകയാണ് അദ്ദേഹം. അത് ഈ പ്രായത്തിലും അഴിഞ്ഞാടി എന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടി വരും. കാരണം സ്റ്റണ്ട് രംഗങ്ങളൊക്കെ 3-4 ഉണ്ട്, നമുക്ക് എണ്ണാൻ പറ്റിയിട്ടില്ല. അതിനകത്തെല്ലാം അദ്ദേഹത്തിൻ്റെതായ വ്യത്യസ്തമായ രീതിയിൽ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു മമ്മൂട്ടി നടത്തിയത്. അതുപോലെ തന്നെ എനിക്ക് പിന്നെ പ്രത്യേകതയായിട്ട് തോന്നി വില്ലൻ കഥാപാത്രം. രാജ്ബി ഷെഡ്ഡി കന്നഡ നടനാണ്. അത് വില്ലൻ കഥാപാത്രമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വരവൊക്കെ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നായകനായ മമ്മൂട്ടിക്ക് ആദ്യമേ ഇൻട്രോഫീനൊന്നും വലുതായിട്ടൊന്നും കൊടുത്തില്ല. പക്ഷേ രണ്ടാമത്തെ ഒരു വരവുണ്ട്, അത് പൊളിച്ചു. പക്ഷേ വില്ലൻ്റെ വരവ് അതിഗംഭീരമാക്കാൻ സംവിധായകൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വില്ലൻ നല്ല ഗംഭീരമായെങ്കിൽ മാത്രമേ നായകൻ ഗംഭീരമാകത്തുള്ളൂ അല്ലേ. അത് മമ്മൂട്ടിക്ക് ഒത്തൊരു എതിരാളി തന്നെയാണ്. അപ്പം വില്ലൻ്റെ ഒരു അഴിഞ്ഞാട്ടം നമുക്ക് കാണാൻ പറ്റും. മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം പോലെ തന്നെ നായകൻ അഴിഞ്ഞാടുന്നത് പോലെ തന്നെ വില്ലനും അഴിഞ്ഞാടിയാലെ പടം അതിൻ്റെ മേന്മയിലെത്തത്തുള്ളൂ. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വൈശാഖ് വിജയിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ വില്ലൻ കഥാപാത്രം പിന്നെ തെലുങ്ക് നടനായ സുനിലുണ്ട്. വില്ലൻ കഥാപാത്രം തെലുങ്ക് നടൻ സുനിലുണ്ട്. അങ്ങനെ ഒരുപിടി നടന്മാർ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം മികച്ച ഒരു എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ എന്താ പറയുന്നത്, ഞാനിപ്പോൾ പറയുന്നത് പറഞ്ഞാൽ ഈ ലോകോത്തര സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പടം കണ്ടു കഴിയുമ്പം നമ്മൾ എല്ലാം മറന്ന് കുറച്ച് നേരം ചിരിക്കാൻ, ലോജിക്കൊന്നും ഇല്ലാതെന്നോ ലോജിക്കൊക്കെ നോക്കി അതിങ്ങനെയാണോ അതങ്ങനെയാണോ അതങ്ങനെയല്ലേ ആദ്യമേ പറഞ്ഞത്, അങ്ങനെയൊന്നും നോക്കാതെ നമുക്ക് പൊട്ടിച്ചിരിക്കാനും അതുപോലെ അല്പനേരം കൈയടിക്കാനും മമ്മൂട്ടിയുടെ പ്രകടനം കണ്ട് ഒന്ന് കൂവാനും ഒന്ന് ബഹളം വെക്കാനും കൈയടിക്കാനും നമുക്കൊന്ന് കുത്തിമറിയാനും ഒക്കെ തോന്നുന്ന, ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന നായകൻ തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പൂക്കളും വാരിയിട്ട് അത് ഫാൻസിനെ ആഘോഷിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് ടർബോ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് കുറച്ച് നാൾ ആയി ഇങ്ങനെയുള്ള ആക്ഷൻ ചിത്രങ്ങൾ മലയാള സിനിമയിൽ RDX ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് വന്നു. അത് 100 കോടി നേടുകയും ചെയ്തു. അതിനുശേഷം ഒരു ഇടിപ്പടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇടിപ്പടം എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കി പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ചളി കോമഡിക്ക് വേണ്ടി തിരികെ കയറ്റിയേക്കുന്നത് അത്ര നല്ല രീതിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെ ചില സെൻറ്റിമെൻറ്റ്സ് രംഗങ്ങളിൽ ചില കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയോടും നമുക്ക് വിയോജിപ്പ് തോന്നി. അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞത് ചില കഥയിൽ വലിയ പുതുമയായിട്ട് തോന്നുന്നില്ല. കഥ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചില സിനിമയിലെ കഥയുമായിട്ട് ചില പുലബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് തോന്നലാണ്, നമ്മുടെ ഒരു തോന്നലുണ്ടാകും, അയ്യോ ഈ കഥ അങ്ങനെയല്ലേ എന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ സംവിധാനത്തിൻ്റെ ലാസ്റ്റത്തെ ക്ലൈമാക്സ് രംഗമൊക്കെ പൊളിച്ചു എന്ന് പറയേണ്ടി വരും. ക്ലൈമാക്സ് ഒക്കെ നമ്മൾ എടുത്ത് പറയണം. പൊളിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഈ പൊളിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ തലത്തിൽ ചിന്തിക്കരുത്. നമ്മളൊരു മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന ഒരു നടൻ, ഒരു മമ്മൂട്ടി ആരാധകന് നേരെ നമുക്ക് പോയി കാണുമ്പോൾ നമുക്ക് തിയേറ്ററിൽ അറുമാദിക്കാൻ ഉള്ള എല്ലാ ചേരുവകളും വൈശാഖ് ഒരുക്കി വെച്ചിട്ടുണ്ട്, മമ്മൂട്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്, മിഥുൻ മാനുവൽ തോമസ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. പിന്നെ ഇതിനകത്തൊന്നും വലിയ ഛായാഗ്രഹണം അങ്ങനെയാണോ മറ്റേതെങ്ങനെയാണോ എന്നൊന്നും പറയാനുള്ള ഇതില്ല. സംഗീതം ഇതിനെപ്പറ്റിയൊന്നും നമുക്കൊന്നുമില്ല. ഒരു ഇടിപ്പടത്തെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ. പക്ഷേ എല്ലാം കൊണ്ടും മികച്ച ഒരു ഇടിപ്പടം. ഈ തോമസ് കുട്ടിയുടെ അഴിഞ്ഞാട്ടം, ടർബോ ജോസിൻ്റെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം. അതിനൊത്ത് നിൽക്കുന്നൊരു വില്ലനുമുണ്ട്. അത് തന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. എല്ലാവരും പോയി കാണുക, എല്ലാവരും പോയി കണ്ട് തിയേറ്റർ ഉത്സവപ്പറമ്പാക്കുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.